ദിനേശ് കല്യാണി എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ മകൻ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA ആണ് പഠിക്കുന്നത്. മാനേജ്മെൻ്റ് ആണ്, ജനറൽ മാനേജ്മെൻറ്റ് കാറ്റഗറിയിലാണ്. സോ അദ്ദേഹം ചോദിച്ചത് ഏതൊരു രക്ഷിതാവിനെയും പോലെ തന്നെ അവരുടെ കുട്ടികളുടെ ഫ്യൂച്ചറും അവരുടെ ലൈഫും ഒക്കെ ഹെൽത്തി രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൻ്റെ ഒരു ഉള്ളടക്കം ഇതാണ്: വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു ജോലി എങ്ങനെ നേടാം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിയിലുള്ള കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ചോദ്യം മാത്രമല്ല, ഏതാനും ആഴ്ചകളായി വന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ കൂടിയാണ്. ഇൻഫോസിസിൻ്റെ ഫൗണ്ടറും റീസെൻ്റായിട്ട് L&Tയുടെ മേധാവിയുമൊക്കെ പറഞ്ഞ കാര്യമാണ് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്. ആഴ്ചയിൽ എത്ര വർക്കിംഗ് അവേഴ്സ് വേണം അവരുടെ എംപ്ലോയീസിന് എന്ന കാര്യത്തിൽ. റിഗാർഡ്ലെസ് ബ്ലൂ കോളർ വർക്കറാണോ, വൈറ്റ് കോളർ വർക്കറാണോ, അതല്ല റെഡ് കോളർ വർക്കറാണോ എന്നതിനനുസരിച്ച് നമുക്ക് ഈ ക്വസ്റ്റിനെ ഫ്രെയിം ചെയ്യാം. ഏതായിരുന്നാലും ഏകദേശം എല്ലാവരും സഫർ ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. സോ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം 24 hours മണിക്കൂറാണുള്ളത്, ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. എല്ലാ കമ്പനികളും വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ്, പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ്, ലാഭം കൂട്ടാൻ തന്നെയാണ്. ഐദർ ഫോർ ദെയർ ഓണേഴ്സ് അല്ലെങ്കിൽ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫോർ ബോത്ത് ഓഫ് ദം. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കമ്പനിയും എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായി എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയായിരിക്കും. സോ നമുക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. നിങ്ങൾക്ക് ആ ഒരു ടേബിളിൻ്റെ അറ്റത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാനഡോൾ അല്ലെങ്കിൽ അഡോൾ എന്നുള്ളത്. ഗൾഫിലും മറ്റും തലവേദന കൂടുമ്പോൾ കഴിക്കുന്ന ടാബ്ലറ്റാണ്. സോ അത് വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കിംഗ് ഹവേഴ്സ് എന്നുള്ളത്, അതായത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, പക്ഷേ ക്രിട്ടിക്കൽ കാര്യമല്ല. അതായത് ഒരു ദിവസം 10, 12, 14, 15 മണിക്കൂർ വർക്ക് ചെയ്യാം. ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്കോ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആൾക്കോ അതിൽ യാതൊരു രീതിയിലുള്ള ഗുണം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. സോ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് അല്ല, അതിനേക്കാളും പല കാര്യങ്ങൾ മുന്നോട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും മനസ്സിലാക്കാനുള്ളത്. സോ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. സോ അടുത്ത ഡിസ്കഷൻ എന്നുള്ളത് പ്രൊഡക്ടിവിറ്റിയാണ്. തീർച്ചയായിട്ടും പല ആൾക്കാരും ഇപ്പോൾ കോയിൻ ചെയ്യുന്ന വേർഡാണ് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് അല്ല, മറിച്ച് പ്രൊഡക്ടിവിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സോ പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിനെ ക്വാണ്ടിഫൈ ചെയ്യുകയാണ്. അതായത് എണ്ണം വെച്ച് തിട്ടപ്പെടുത്തുന്നു, വോള്യൂം വെച്ച്, സ്പീഡ് വെച്ച് അളക്കാനുള്ള ഒരു ശ്രമമാണ്. ഒബ്വിയസ്ലി ഇവിടെയും മനസ്സിലാക്കാൻ പറ്റുന്നത് സ്പീഡ് കൂടിയത് കൊണ്ടോ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി കൂടില്ല എന്നുള്ളത് സുനിശ്ചിതം തന്നെയാണ്. സോ പ്രൊഡക്ടിവിറ്റിയുമല്ല കാര്യം. എങ്കിൽ എന്താണ് നെക്സ്റ്റ് മെഷർമെൻറ്റ് അളവുകോൽ എന്നുള്ളത്? സോ തീർച്ചയായിട്ടും നമുക്കിവിടെ ഇഫക്റ്റീവ്നെസ് എന്ന കാര്യം കൊണ്ടുവരാം. അതായത് വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ഇഫക്റ്റീവാണ് ആ വർക്ക് ചെയ്യുന്ന ആൾ എന്നുള്ളത്. സോ ഇവിടെ വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വർക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് തോന്നാം, ഓക്കെ, വർക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി അത് ആ വർക്ക് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ നല്ല പ്രൊഡക്റ്റീവായ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എഫക്റ്റീവായ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ആ വർക്കിൻ്റെ ക്വാളിറ്റി കൂടുന്നു, അതുകൊണ്ട് കമ്പനിക്കും പ്രോഫിറ്റബിലിറ്റി കൂടുന്നു. അങ്ങനെ എല്ലാവരും വിൻ വിൻ സ്ട്രാറ്റജിയിലേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷേ അഗൈൻ ഇൻട്രസ്റ്റിംഗ്ലി അതും അല്ല ശരിക്കും അളക്കേണ്ടത്. സോ പിന്നെ എന്താണ്? അവിടെയാണ് ഇമ്പാക്ട്ഫുൾനെസ് എന്നുള്ള കാര്യം, അതായത് ഇമ്പാക്റ്റ്. സോ ഇതുവരെ പറഞ്ഞ കാര്യം, അതായത് നേരത്തെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, അത് ഇൻപുട്ട് സൈഡാണ്. അതായത് നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, എത്ര ദിവസം വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പിന്നീട് നമ്മൾ മെഷർ ചെയ്തത് ക്വാണ്ടിറ്റി, വോളിയം, സ്പീഡൊക്കെ വെച്ചിട്ടാണ്.
അവിടെയും വരുന്നത് ഇൻപുട്ട് തന്നെയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമതായി നമ്മൾ ഇഫക്റ്റീവ്നെസ്സിലേക്ക് വന്നു. അവിടെ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ ചെയ്യുന്നത് ഇൻപുട്ട് വെച്ച് അളക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ശരിക്കും ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരുന്ന മെയിൻ കാര്യം എന്നുള്ളത് റിസൾട്ടിലാണ്. സോ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഈ അവസാനത്തെ ആ ഒരു പോയിന്റിൽ വരാം, അതായത് ഇമ്പാക്ട്ഫുൾനെസ്സിലാണ്. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വർക്കിൻ്റെ ഇമ്പാക്റ്റാണ് ശരിക്കും നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങളുടെ സർവീസ് നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതല്ലാതെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ്സോ അല്ല, മറിച്ച് ഹൗ ഇമ്പാക്ട്ഫുൾ യു ആർ എന്നുള്ളതാണ്. സോ ഇതാണ് നമുക്ക് ആ CEOs പറഞ്ഞ കാര്യവുമായി, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ്, വലിയ വലിയ കമ്പനികളിലുള്ള ഫൗണ്ടേഴ്സ് അവരുടെ എംപ്ലോയീസിൻ്റെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൂട്ടാൻ പറയുമ്പോൾ നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി എപ്പിസോഡിൽ വളരെ എളിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിലേക്ക് വരാം. സോ നേരത്തെ പറഞ്ഞതിൻ്റെ പാർട്ട് 2 ആണ് ശരിക്കും. സോ വർക്ക് ലൈഫ് എന്നുള്ളത് ഒരു കമ്പനിയും അവരുടെ പോളിസിയിൽ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്താലും അത് വരേണ്ടത് നിങ്ങളുടെ മൈൻഡിൽ നിന്നാണ്. സോ എന്താണത്? ഒരു വ്യക്തി ഒരു ദിവസം 16-17 മണിക്കൂർ വർക്ക് ചെയ്യാം. ചിലപ്പോൾ 1-2-3 മണിക്കൂർ വർക്ക് ചെയ്യാം. 16-17 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആ വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകാം. 1-2 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെയും ഇരിക്കാം. സോ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരേണ്ടത് കമ്പനി പോളിസിയിൽ കൂടിയല്ല, മറിച്ച് നിങ്ങളുടേതായ പേഴ്സണൽ പോളിസിയിൽ കൂടിയാണ്. സോ ഓരോ വ്യക്തിയുമാണ് അവരുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാണ് ഈ രീതിയിലുള്ള വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വർക്ക് എന്നുള്ളതും കരിയർ എന്നുള്ളതുമൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മോർ ദാൻ 75% കാര്യങ്ങളും ലൈഫിൽ വരാൻ പോകുന്നത് വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ കൂടി തന്നെയാണ്. വർക്കിന് വേണ്ടിയാണ് രാജ്യം വിടുന്നത്, വീട് വിടുന്നത്, ജീവിതചര്യ തന്നെ മാറ്റുന്നത്. ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് കാര്യങ്ങൾ അറിയാം. സോ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. സോ വർക്ക് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ലൈഫ് എന്നുള്ളതാണ് മോർ ക്രിട്ടിക്കൽ എന്നുള്ളത്. നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന കാര്യം മനസ്സിലാക്കുക. സോ എത്രത്തോളം നല്ല രീതിയിൽ ഈ ജീവിതത്തെ, അതായത് ലൈഫ് എന്നുള്ളത് ഒരു ക്യാൻവാസ് ആക്കി എടുത്താൽ ആ ക്യാൻവാസിൻ്റെ അകത്ത് വരുന്ന പെയിൻറ്റിംഗ് ആണ് വർക്ക് എന്നുള്ളത്. സോ ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യും? സോ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ക്യാൻവാസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് പെയിൻറ്റിംഗ് വരൂ എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി സെൽഫ് ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വർക്കിനെ അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒബ്വിയസ്ലി ദർ ആർ കമ്പനീസ് വിത്ത് ടോക്സിക് വർക്ക് കൾച്ചർ. മാനേജേഴ്സ് ഉണ്ടാകും, ലീഡേഴ്സ് ഉണ്ടാകും, കമ്പനിയുടെ മേധാവികളുണ്ടാകും. അവരൊക്കെ പല രീതിയിലുള്ള ടോക്സിക് നേച്ചർ, അത് അവരുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് ഇഞ്ചക്റ്റ് ചെയ്ത് ആ എൻ്റയർ ഓർഗനൈസേഷനെ നശിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് അവർക്ക് എക്സ്റ്റേണലി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അവർക്ക് നിങ്ങളുടെ മൈൻഡിനകത്ത് കടക്കാൻ പറ്റില്ല അൺലെസ് യു അലോ ദം ടു. സോ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. സോ ദിനേശ് കല്യാണി എന്ന ആ ഒരു പാരൻറ്റിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ജോലിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അവനോട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗ്രൂമിങ്ങിൽ കൂടി കൊണ്ടുവരികയാണെങ്കിൽ അവൻ ഏത് ജോലി എടുക്കുകയാണെങ്കിലും ഹി ക്യാൻ ഫൈൻഡ് എ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. അതല്ലാതെ ഒരു പ്രത്യേക കമ്പനിയിൽ മാത്രം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കമ്പനീസ്, USA കമ്പനികളിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, UK കമ്പനികളിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്താൽ മാത്രമേ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടൂ എന്നൊക്കെയുള്ള ധാരണ എന്നുള്ളത് തെറ്റിദ്ധാരണ തന്നെയാണ്. സോ തീർച്ചയായിട്ടും വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന കാര്യവും മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് വർക്ക് ലൈഫ് ബാലൻസ് എഹെഡ്.